ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലാവും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഓംലെറ്റാണ് വേണ്ടത്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലെ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ എല്ലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് കൈ വെച്ചിട്ടൊന്ന് അടർത്തിയിടുന്നുണ്ട്. ഇനി ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് ചോപ്പ് ചെയ്താലും മതി. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് തക്കാളി, അതിൻ്റെ ഉള്ളിലെ വെള്ളവും കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1/2 കപ്പ് കക്കിരി, അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് കട്ടാക്കി വെച്ചത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മയോണൈസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ബ്രെഡിൽ വേണമെങ്കിൽ അതിലും ഇത് ചെയ്തെടുക്കാം. 4 പീസ് ബ്രെഡാണ് ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൽ മയോണൈസ് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ അടർത്തി വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കുക. ഈ സെക്കൻഡ് ലെയറിലേക്കുള്ള ബ്രെഡ് എടുത്തിട്ട് അതിന് മേലെ മയോണൈസ് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് വെജിറ്റബിളിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി തേർഡ് ലെയറിലേക്കുള്ള ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് മയോണൈസ് സ്പ്രെഡാക്കുക. എന്നിട്ട് റെഡിയാക്കി വെച്ച് ഓംലെറ്റിന് ഒരു പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് പീസ് ബ്രെഡിൽ മയോണൈസ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഇതുപോലെ ടോസ്റ്റ് ചെയ്യാണ്ട് കഴിക്കുന്നെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നെങ്കിൽ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ചെയ്താൽ ഇതിലുള്ള ചീസൊക്കെ മെൽട്ടായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറോ ഗീയോ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ലുക്കുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലാവും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.